മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഊട്ടിയിലേക്കൊന്നുമല്ല നമ്മൾ പോകുന്നത് സെയിം ബട്ട് ഡിഫറെന്റ്. നോ മണി നോ ഹണി, ഗുഡ് ബോയ് ഗോസ് ടു ഹെവൻ, ബാഡ് ബോയ് ഗോസ് ടു ബാങ്കോക്ക്. അതെ, നമ്മൾ ബാങ്കോക്ക് നിന്നും ചിയാറായിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 750 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളങ്ങനെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പെടുത്തോടെ രാവിലെ 6:45 നമ്മൾ പോകാൻ പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 8-9 മണിക്കൂറോളം ദൂരമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് കാണാം നമ്മൾ എപ്പോൾ അവിടെ എത്തുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 10 മണിയാകുമ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ കയറി ഒന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കണ്ട കാഴ്ച. നല്ല പട്ടിക്കുട്ടികൾ പോകുന്നുണ്ട്, നല്ല വണ്ടിയിൽ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങി ഏകദേശം ഒരു 4-4.5 മണിക്കൂറായി. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുന്നുകളും മലകളൊക്കെ കയറി അങ്ങനെ പോവുകയാണ്. നമ്മൾ പാട്ടൊക്കെ വെച്ച് ഇഞ്ചിലാക്കി അടിച്ച് അങ്ങനെ പോവുകയാണ്. ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിൽ ഏകദേശം ഒരു 750 കിലോമീറ്റർ ദൂരമുണ്ട് ബാങ്കോക്കിൽ നിന്ന്. അങ്ങനെ നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഉച്ച സമയമായി. നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായ റെസ്റ്റോറൻ്റ് ആണ്. ചട്ടിയും കലമൊക്കെ കാണുന്നുണ്ടോ? നല്ല വയലിന്റെ നല്ല കരയിൽ ഇരിക്കുന്ന നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ് ആണ് ഇത്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കാഴ്ചയെല്ലാം കാണുമ്പോൾ നമ്മൾ നാട്ടിലെ പോലൊക്കെ ഇല്ലേ? അതെ, നമ്മൾ നാട്ടിലെ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പനകളും വയലുകളൊക്കെ ഉള്ള വയലുകള്. എന്റെ നാവെന്ന് പൊതിയിറങ്ങാണ് ഈ ഫുഡൊക്കെ കാണുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടങ്ങി. നല്ല അടിപൊളി റോഡാണ്, നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന റോഡാണ്. ഒന്നും മലകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മളെ താമരശ്ശേരി ചുരമൊക്കെ പോലെ തന്നെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ. പക്ഷെ കുറച്ച് വീതിയുള്ള റോഡാണ്. അങ്ങനെ സന്ധ്യ ആവാറായി, 5 മണി കഴിഞ്ഞു. നമ്മളങ്ങനെ ചിയാങ് റായി എത്താൻ പോവാണ്. ഏകദേശം 8 മണിക്കൂർ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ 12-13 മണിക്കൂറായി യാത്ര തുടങ്ങിയിട്ട്. ഇടയ്ക്കൊക്കെ നിർത്തിയത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ ചിയാങ് റായി ടൗണിലെത്തി. നല്ല അമ്പലമൊക്കെ കണ്ട് റോഡ് സൈഡിൽ തന്നെ നല്ല വളവള മിന്നുന്നത്. ഒരുപാട് വണ്ടികളൊന്നും ഇല്ല ഇവിടെ, ട്രാഫിക് ഒക്കെ കുറവാണ്. ഇതങ്ങനെ നമ്മുടെ ബാങ്കോക്ക് സിറ്റി ഒക്കെ പോലെ തന്നെ അങ്ങനെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. നമ്മളങ്ങനെ റൂമിലോട്ട് പോകാനുള്ള വഴിയാണിത്. ചിയാങ് റായി ടൗണിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെയാണ് പോകുന്നത്, കാരണം ഡ്രൈവറൊക്കെ ക്ഷീണിച്ച് നല്ലോണം. 12-13 മണിക്കൂറായാലേ ഒരേ യാത്രയല്ലേ. അങ്ങനെ നമ്മളങ്ങനെ റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂമിലെത്തുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ ആയാലും വലിയ തിരക്കും ബ്ലോക്കൊന്നുമില്ല. ന്യൂ ഇയർ വരാൻ പോവുകയാണ്, എന്നാലും ഇവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കാഴ്ചകളൊക്കെ കാണാം. നല്ല അടിപൊളി റോഡിലൊക്കെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ. നല്ല പൂന്തോട്ടവും നല്ല ഗാർഡനൊക്കെയുള്ള നല്ല അടിപൊളി ഒരു സിറ്റിയാണ് ചിയാങ് റായി സിറ്റി. നമ്മളങ്ങനെ റൂമില് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു 9 മണിയോളായി. അതായത് 14 മണിക്കൂർ എടുത്തു നമ്മൾ ഇവിടെ എത്താൻ. 14 15 മണിക്കൂറുകൾ എടുത്തു. കാരണം ഒരുപാട് വരുന്ന വഴിക്ക് ബ്ലോക്കും കാര്യങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു. ഇതാണ് നമ്മൾ എടുത്ത റൂം. നല്ല അടിപൊളി റൂമാണ്. അടിപൊളി നല്ല സൂട്ട് റൂമാണ്. ഇത് ഡിലക്സ് റൂമാണ്. ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് AC-ന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നിടത്തും 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കേണ്ട ആ ഒരു തെരുവിലെത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. 11 മണിയാവാറായി. എന്നിട്ടും ഇവിടെ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടി ആസ്വദിക്കുന്നതൊക്കെ കാണാം. ഇവിടെ തായ് ഫുഡാണ് മെയിൻ ആയിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള ഫുള്ളായിട്ട് തായ് ഫുഡ് തന്നെയാക്കി. ഒരുപാട് ചെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. പക്ഷെ നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടിരുന്ന് കഴിക്കണം. നമുക്കങ്ങനെ കാരണം ഒരുപാട് ഷോപ്പ് ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് ആ ടേബിളിൽ കൊണ്ടുപോയിട്ട് ഇരുന്നിട്ട് നമുക്ക് അവിടെ തന്നെ കഴിക്കാം. ഒരുപാട് തായ് ഫുഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിന്റെ കൂടെ നമ്മുടെ നാടൻ നല്ല വണ്ടൊക്കെ പൊരിച്ചിരിച്ചാണ്. വണ്ടും ചീവീടൊക്കെ വേണമെങ്കിൽ നമുക്കത് വാങ്ങി കഴിക്കാം. നമ്മൾ അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു മൂലക്ക് അങ്ങനെ ഇരിക്കാൻ പോവാണ്. ഓരോരുത്തർ ഓരോ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ കഴിച്ചു. ഫുഡിന്റെ മെനു ആണ് ഇത് കാണുന്നത്. ഒരുപാട് തായ് ഫുഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ പുള്ളിക്കാരൻ ഒരു വടിയൊക്കെ എടുത്ത് നമ്മൾ ചൂണ്ടുന്നതാണ്, കാരണം അത് അത്രയും ഹൈറ്റിലാണ് അത് തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസായി നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് മെല്ലെ റൂമിലേക്ക് പോകും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ തായ്ക്കാരും ഫോറിനേഴ്സും ഒക്കെ ഇവിടെ വരുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരുപാടുണ്ട്. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് റോഡൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് റോഡ് നല്ല മിന്നി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ രാത്രി ഇവിടെ തീരുകയാണ്. നമുക്ക് നാളെ രാവിലെ നമ്മുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റു. എല്ലാവർക്കും സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ നമ്മളെ ഹോട്ടലില് റെസ്റ്റോറന്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ തായ് ഫുഡാണ് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ടേസ്റ്റിയാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. നമ്മളെ കപ്പോക്കായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലത്തെ ചിക്കനും ചോറൊക്കെയാണ്. അങ്ങനെ
ഓംലേറ്റ് ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ കുറച്ച് എടുത്ത് കഴിച്ചു. കുറച്ച് വിശപ്പെല്ലാം മാറ്റണ്ടേ, എന്നാലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് വിശപ്പ് മാറ്റാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ബ്ലൂ ടെമ്പിൾ. ബ്ലൂ ടെമ്പിൾ എല്ലാവരും ഒക്കെ കേട്ടിട്ടുണ്ടാവും. തായ്ലാൻഡിലെ ചിയാങ് റായിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ചിയാങ് റായിൽ സ്ഥിതി ചെയ്യുന്നത്. ബ്ലൂ ടെമ്പിളും വൈറ്റ് ടെമ്പിളും. നമ്മൾ അങ്ങനെ താമസിച്ചത് നമ്മുടെ ബ്ലൂ ടെമ്പിളിന്റെ അടുത്താണ്. അവിടെയാണ് നമ്മളിപ്പോ രാവിലെ തന്നെ പോയത്. അവിടെ പോയ കണ്ട കാഴ്ച നിങ്ങൾക്ക് കാണാം. നല്ല അതിമനോഹരമായ നല്ല അമ്പലമാണ്. ഇവിടെ നല്ല നീല നിറത്തിൽ നിങ്ങൾക്ക് കാണാം. ആകാശവും നീല, അമ്പലവും നീല. ഒരുപാട് ആൾക്കാരുണ്ട്, കാരണം ഇത് വെക്കേഷൻ ടൈമാണ് ഇവിടെ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ്. കാണാം, നല്ല സ്വർണം പോലെയുള്ള അമ്പലമാണിത്. നല്ല ഡിസൈനും നല്ല അടിപൊളിയായിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. നിങ്ങൾക്ക് കാണാം അവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മടങ്ങി നമ്മൾ അടുത്തതായി വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടെ കാണുന്നു നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. VIP ബസ്സൊക്കെ പോകുന്നുണ്ടോ? ഇതാണ് തായ്ലൻഡിലെ ബസ്. നല്ല അടിപൊളി ബസ്സല്ലേ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.